യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും മനുഷ്യര് അവരുടെ ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പ്രവാചകന്മാരെ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ കഷ്ടപ്പാടുണ്ടായത് എന്നതിനെക്കുറിച്ച് ചില വിശദീകരണങ്ങൾ കൊടുത്തിട്ടുള്ളതായി കാണുന്നുണ്ട്. ചിലപ്പോൾ പ്രവാചകൻ പറയും, നിന്റെ പാപം മൂലമാണ് നിനക്ക് അങ്ങനെ സംഭവിച്ചത്. ചിലപ്പോൾ പ്രവാചകന്മാർ പറയും, അത് ഈ ലോകത്തിൽ നീ ആയിരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഈ കഷ്ടപ്പാടൊക്കെ ഉണ്ടായത്. ചിലപ്പോൾ പ്രവാചകന്മാർ പറയും, അങ്ങനെ കഷ്ടപ്പാടുണ്ടെങ്കിൽ പോലും അത് നിന്നെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്പകാലത്തെ ശുദ്ധീകരണത്തിന് ശേഷം ഉലയിലൂതിയ പൊന്നു പോലെ നീ പുറത്തു വരും എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ സഹോദരങ്ങളെ, പുതിയ നിയമം ബൈബിൾ എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ പുതിയ നിയമം ബൈബിളില് ഒരു മനുഷ്യൻ പോലും ദൈവമേ എന്തുകൊണ്ടാണ് എനിക്ക് ഈ സഹനം എന്ന് ചോദിക്കുന്നേയില്ല. ആകപ്പാടെ ഒരൊറ്റ വ്യക്തി ചോദിച്ചിട്ടുണ്ട്. കൈ ശോഷിച്ചവനെ യേശുവിന് മുമ്പിൽ നിർത്തിക്കൊണ്ട്, ഇവന്റെ കൈ എന്തുകൊണ്ടാണ് ഇങ്ങനെ ശോഷിച്ചത് എന്നൊരു ചോദ്യം ഒരാൾ യേശുവിനോട് ചോദിച്ചു. ഉടനെ തന്നെ യേശു പറഞ്ഞു, ഇത് ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. ദൈവം അതിന് കാരണമല്ല പറഞ്ഞു കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് ദൈവം പറഞ്ഞു കൊടുത്തത്? ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരൊറ്റ വ്യക്തി പോലും ദൈവമേ എന്തുകൊണ്ടാണ് എനിക്ക് കഷ്ടപ്പാട്, എന്തുകൊണ്ടാണ് എനിക്ക് പരാജയം, എന്തുകൊണ്ടാണ് എനിക്ക് തകർച്ച, അങ്ങനെ ഒരു ചോദ്യം ആരും തന്നെ ചോദിക്കുന്നില്ല. തന്നെയുമല്ല, നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിലേക്ക് നോക്കിക്കേ. അപ്പസ്തോല പ്രവർത്തനം നമ്മൾ കാണുന്നത് യേശുവിനെ പ്രതി പീഡ സഹിക്കുവാനായിട്ട് ഭാഗ്യം കിട്ടിയതിനെ ഓർത്ത് അവർ ആനന്ദിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പീഡ സഹിക്കുക എന്നത് ഇതാ ഒരു ആനന്ദകരമായ കാര്യമായി ക്രിസ്തുവിനെ പ്രതി പീഡ സഹിക്കുന്നതിൽ അവർ ഊറ്റം കൊള്ളുകയാണ്. ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റീഫന്റെ കാര്യമെടുക്കുക. സ്റ്റീഫന്റെ പേർ കല്ലുകൾ വന്ന് വീണുകൊണ്ടിരിക്കുമ്പോൾ കല്ലെറിഞ്ഞ വ്യക്തിക്ക് വേണ്ടി സ്റ്റീഫൻ പ്രാർത്ഥിക്കുകയാണ്. നോക്കുക, ഇതാണ് നമ്മളിവിടെ കാണുന്നത്. പുതിയ നിയമത്തിൽ ഒരു വ്യക്തി പോലും എന്തുകൊണ്ടാണ് ദൈവമേ എനിക്കിങ്ങനെ സഹനം, കഷ്ടപ്പാട് എന്ന് ആരും തന്നെ ചോദിക്കുന്നില്ല. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ താൻ ഭവിച്ച നിരവധിയായ പീഡകള് വളരെ അഭിമാനത്തോടും ആനന്ദത്തോടും കൂടി ഇതാ പൗലോസ് വിവരിക്കുകയാണ്. ഇവിടെയെല്ലാം നമുക്ക് ഒരുപക്ഷെ അതിശയം തോന്നും. എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിലെ മനുഷ്യൻ, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സഹനം വന്നത് എന്ന് ചോദിക്കാത്തത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, പുതിയ നിയമം നമ്മുടെ മുമ്പിൽ എന്തുകൊണ്ടാണ് സഹനം എന്ന് പറഞ്ഞു തരുന്ന പുസ്തകമല്ല. പുതിയ നിയമം നമ്മുടെ മുമ്പിൽ സഹനമുണ്ടായാൽ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്ന ഗ്രന്ഥമാണത്. എങ്ങനെയാണ് കഷ്ടപ്പാടിലും ക്ലേശങ്ങളും ഉണ്ടായാൽ അവയുടെ മേൽ വിജയം വരിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുന്നത്, ഈ ഒരു കാര്യം നമ്മോട് സംസാരിക്കുന്ന പുസ്തകമാണ് പുതിയ നിയമം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമത്തിലെ ജോബിന്റെ പുസ്തകത്തിലേക്ക് നോക്കിയാൽ നമുക്കൊരു കാര്യം കാണാൻ കഴിയും. ജോബിന്റെ ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടുകളുണ്ടായി. ജോബിന്റെ മക്കൾ മരിച്ചു, സമ്പത്ത് മുഴുവൻ പോയി, ശരീരം കുഷ്ഠരോഗം കൊണ്ട് നിറഞ്ഞു. പക്ഷേ ഈ കഷ്ടപ്പാടിലും ക്ലേശങ്ങളിലും എല്ലാം തന്നെ ജോബ് ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് സമാധാനത്തിൽ കഴിയുകയായിരുന്നു. പക്ഷേ ഈ ജോബിൻ്റെ അടുക്കലേക്ക് ജോബിനെ ആശ്വസിപ്പിക്കാൻ എന്ന നിലയിൽ കടന്നു വന്ന 3 കൂട്ടുകാരുണ്ട്.
അവരുണ്ടാക്കിയ കുലുമാലാണ് ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ ജോബിനുണ്ടായ കഷ്ടപ്പാടുകളുടെ കാരണം പയ്യെ അവർ അന്വേഷിക്കാൻ തുടങ്ങി. എന്ത് കാരണമാണ് അവർ കണ്ടെത്തിയത്? അവരിങ്ങനെയാണ് ചിന്തിച്ചത്. ദൈവം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, പഴയ നിയമത്തിൽ അവർ വായിച്ചറിഞ്ഞിരിക്കുന്നത്, ദൈവം തിന്മ ചെയ്യുന്നവർക്ക് കഷ്ടതയും നന്മ ചെയ്യുന്നവർക്ക് അനുഗ്രഹങ്ങളും കൊടുക്കുന്നു. ജോബിന് ഇങ്ങനെ കഷ്ടതയുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ജോബ് എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ട് അവർ ജോബിനോട് ഇങ്ങനെ പറഞ്ഞു, നീ എന്തൊക്കെയോ പാപം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരികയില്ല. ഹല്ലേലൂയ. ആ നിമിഷം വരെയും ശാന്തതയിലും സമാധാനത്തിലും പോയ ജോബ് ഉടനെ തന്നെ അന്വേഷണം തുടങ്ങി. ഒരു മനുഷ്യ വ്യക്തി നിലയിൽ തീർച്ചയായിട്ടും ചില വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ എന്നാലും എൻ്റെ വീഴ്ചയ്ക്ക് ഇതുപോലെ ഒരു സഹനം എനിക്കുണ്ടാകണമോ? ജോബ് പിന്നെയും നോക്കുമ്പോൾ കാണുകയാണ്, എന്നേക്കാൾ ഇതാ വളരെയധികം മോശമായി ജീവിക്കുന്ന എത്രയോ വ്യക്തികൾ ഈ ലോകത്ത് ജീവിക്കുന്നു. എന്നിട്ട് അവർക്കൊന്നും ഇതുപോലെ കഷ്ടപ്പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് എൻ്റെ പാപത്തിന് ഉണ്ടായ ഒരു ദുരിതമാണ് എൻ്റെ ഈ കഷ്ടപ്പാടെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പാപം ചെയ്ത പലർക്കും ഉണ്ടാകുന്നില്ലല്ലോ. അപ്പം ഇത്തരം ചിന്തകളെല്ലാം ജോബിന് തലയിലേക്ക് കയറി വന്നിട്ട് ജോബ് എന്താണ് കാരണം ഈ ഒരു അന്വേഷണത്തിലേക്ക് കടന്നു വന്ന് ജോബിന് തലയ്ക്ക് തന്നെ ഒരു ഭ്രാന്തി പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഹല്ലേലൂയ. തന്നെയല്ല, ജോബിന് സകലത്തിലെ കാരണം പറഞ്ഞു കൊടുക്കാൻ വന്ന ആളുകളെ അവരങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ ദൈവം ശിക്ഷിക്കാൻ പോലും പയ്യൊന്ന് തയ്യാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നും ദൈവത്തിൻ്റെ മൈൻഡ് വളരെ വ്യക്തമാണ്. കാരണം നിന്റെ സഹനത്തിൻ്റെ അർത്ഥം നീ അന്വേഷിക്കുന്നത്, ദൈവം അതിനെ തടസ്സപ്പെടുത്തുന്നു. അതല്ല നീ ചെയ്യേണ്ടത്. പിന്നെ എന്താണ്? നിന്റെ സഹനത്തെ നീ എങ്ങനെയാണ് നേരിടേണ്ടത്? ഉണ്ടായ സഹനത്തെ ഞാൻ എങ്ങനെ നേരിടണം? ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെയും, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണ്? ദൈവം നിന്നെ തനിച്ചാക്കുന്നില്ല. അപ്പം സഹനത്തിൽ നീ ദൈവത്തോട് ചേർന്നിരിക്കുകയാണ്. യേശുവിൻ്റെ സഹനത്തിൽ നമുക്കറിയാം, പിതാവ് യേശുവിന് കൂടെ ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് യേശുവിന് കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവും പിതാവും കർത്താവിൻ്റെ യേശുവിൻ്റെ കുരിശുമരണത്തിൽ ഉടനീളം യേശുവിനോട് ചേർന്നിരിപ്പുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിന്നോടുകൂടിയുണ്ട്. നീ ഒരിക്കലും ജീവിതത്തിൽ തനിച്ചല്ല. അതുകൊണ്ട് ജീവിതം, പലരുടെയും ജീവിതം വിജയിക്കാത്തതിന് കാരണം അവർ തനിച്ച് ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുന്നു എന്നതാണ്. തനിച്ച് നേരിടുക എന്നത് ക്രിസ്തീയ ആധ്യാത്മികതയ്ക്ക് എതിരാണ്. അത് തിന്മയാണ്. തനിച്ച് നേരിടുക എന്നത് പൈശാചിക പീഡയാണ്. കാരണം തനിച്ച് നേരിടുന്ന ഓരോ വ്യക്തിയും ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്താണ്? ഏകാന്തത. അതോടൊപ്പം എന്താണ് അനുഭവിക്കുക? ഭയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമുക്ക് ഭയമുണ്ടാകുന്നത്? ഭയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാരണം, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നീ നിന്റെ മുമ്പിൽ വയ്ക്കുന്നു, നിന്റെ പരിമിതിയുടെ മുമ്പിൽ വയ്ക്കുന്നു. അതുകൊണ്ടാണ് നിനക്ക് ഭയമുണ്ടാകുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ തനിച്ചല്ല. എൻ്റെ ഉള്ളിൽ ഇതാ യേശു വസിക്കുന്നു. അതുകൊണ്ട് എന്തെല്ലാം പ്രതിസന്ധികൾ നിന്റെ മുമ്പിലുണ്ടെങ്കിലും നീയും യേശുവും കൂടിയാണ് അതിനെ നേരിടുന്നത്. ഈ ഒരു ബോധം, ഈ ഒരു അവബോധം, ഇതാണ് നമുക്കുണ്ടാകേണ്ടത്. ഇതാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ടതായ കാര്യം. യേശു നിന്റെ കൂടെയുണ്ട്. ഈ ഒരു ഉറപ്പാണ് പിതാവ് നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ ഓർത്ത് നോക്കിക്കോ. നീയും യേശുവും കൂടിയാണ് നിന്റെ രോഗത്തെ നേരിടുന്നത്. നീയും യേശുവും കൂടിയാണ് നിന്റെ പരാജയത്തെ നേരിടുന്നത്. നീയും യേശുവും കൂടിയാണ്
നിന്റെ ജീവിത ക്ലേശങ്ങളെ നേരിടുന്നത് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഓർത്തു നോക്കുക. ഞാനും യേശുവും കൂടിയാണ് ജീവിത പ്രശ്നത്തെ നേരിടുന്നതെങ്കിൽ ഇതാ എനിക്ക് പറ്റാത്ത കാര്യങ്ങളെല്ലാം എൻ്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും വിട്ടുപിരിയാത്തൊരു സാന്നിധ്യമായി യേശു എൻ്റെ കൂടെ ഉണ്ട് എന്ന ബോധം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നീ ഒരിക്കലും നിന്റെ ജീവിത പ്രശ്നങ്ങളെ തനിച്ച് നീ നേരിടുകയില്ല. പിന്നെയോ നിന്റെ ജീവിത പ്രശ്നങ്ങളെ നീ ക്രിസ്തുവിന്റെ മുമ്പിൽ വെച്ചായിരിക്കും നേരിടുക. നീയും യേശുവും കൂടിയായിരിക്കും അതിനെ നേരിടുക. നീയും യേശുവും കൂടി ഏത് പ്രശ്നത്തെ നേരിടാനായിട്ട് തയ്യാറായി നിൽക്കുന്നുവോ ആ സാന്നിധ്യത്തിന് മുമ്പിൽ എല്ലാ പ്രശ്നങ്ങളും ഇതാ ചെറുതായി തീരുകയാണ്. അവയ്ക്കൊരിക്കലും നമ്മളെ ഭയപ്പെടുത്താൻ പറ്റുകയില്ല. കാരണം എന്താണ്? നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ കടന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളുടെ മേലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് അധികാരമുണ്ട് എന്ന കാര്യം നാം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. യേശു പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്കിതാ നൽകപ്പെട്ടിരിക്കുന്നു. യേശുവിന് പാപത്തിന് മേൽ അധികാരമുണ്ട്, രോഗത്തിന് മേൽ അധികാരമുണ്ട്, സാത്താന്റെ മേൽ അധികാരമുണ്ട്. അപ്പം അതുകൊണ്ട് ഇതാ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം തന്നെ, നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും തന്നെ അത് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പ്രശ്നം മാത്രമല്ല, പിന്നെയോ ഞാനും യേശുവും കൂടെ ചേർന്നുള്ള ഈ ഒരു ബന്ധത്തിന് മുമ്പിലേക്കാണ് ജീവിത പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ബന്ധം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇതാ എൻ്റെ ഉള്ളിൽ യേശുവുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും തനിച്ചല്ല. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ സാത്താൻ ഉപയോഗിക്കുന്ന പ്രലോഭനമാണ് ഇതാ നീ തനിച്ചാണ് എന്ന കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാ ഈശോയോടുകൂടി നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുവാൻ നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന് മുമ്പിലേക്ക് വരുന്ന ആ പ്രശ്നങ്ങൾ ഈശോയുമായുള്ള കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നമുക്ക് നേരിടാനായിട്ട് കഴിയണമെങ്കിൽ, ഏകാന്തത നമ്മളെ പീഡിപ്പിച്ച് നമ്മളിൽ ഭയമുണ്ടാക്കാതിരിക്കണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ ഈശോയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ എന്തായിരിക്കും ഞാൻ യേശുവിന് മുമ്പിൽ ചെയ്യുക? എൻ്റെ മേലുള്ള മുഴുവൻ അവകാശവും ഞാൻ യേശുവിന് വിട്ടുകൊടുക്കും. അങ്ങനെയാണ് ഞാൻ സുരക്ഷിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തല്ല നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നത്. നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നത് എൻ്റെ മേലുള്ള മുഴുവൻ അവകാശവും യേശുവിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് നാം നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നത്. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അവബോധത്തിലേക്ക് നമ്മൾ വരേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന പ്രശ്നങ്ങളല്ല നമുക്ക് അരിഷിതാവസ്ഥ സൃഷ്ടിക്കുക. നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ കടന്നു വരുന്ന ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ അരിഷിതാവസ്ഥ ഉണ്ടാക്കുന്നില്ല, ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നില്ല. പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ മേലുള്ള മുഴുവൻ അവകാശവും യേശുവിൻ്റെ കയ്യിൽ കൊടുക്കാത്തത് കൊണ്ടാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. എൻ്റെ മേലുള്ള മുഴുവൻ അവകാശവും ഇതാ ഞാൻ യേശുവിനെ ഏൽപ്പിക്കുക. ഇതാണ് നമുക്ക് ചെയ്യുവാനുള്ളത്. ഇതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് പ്രവർത്തിക്കുവാനുള്ളത്. എൻ്റെ മേലുള്ള അവകാശം യേശുവിനെ ഏൽപ്പിക്കുക. ഇതാണ് ക്രിസ്തീയ ആധ്യാത്മികത എന്ന് പറയുന്നത്. ഈ ആധ്യാത്മികത, സമ്പൂർണമായ സമർപ്പണം, ഇതാണ് ക്രിസ്തീയ ആധ്യാത്മികത. അതുകൊണ്ട് നമ്മളോടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് എൻ്റെ മേലുള്ള മുഴുവൻ അധികാരവും യേശുവിനെ ഏൽപ്പിക്കുക എന്നതാണ് എനിക്ക് ചെയ്യുവാനുള്ളത്. ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്.
നീ നിന്റെ മേലുള്ള മുഴുവൻ അധികാരവും യേശുവിനെ ഏൽപ്പിക്കുക. ഇങ്ങനെ നമുക്ക് നമ്മുടെ മേലുള്ള മുഴുവൻ അധികാരവും യേശുവിനെ ഏൽപ്പിക്കാത്ത ജീവിതമുണ്ടല്ലോ. ഈ ജീവിതം എന്തെല്ലാം വിധത്തിലുള്ള നന്മകൾ ചെയ്താലും, എന്തെല്ലാം വിധത്തിലുള്ള പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിയാലും, ഈ പരിശ്രമങ്ങളൊന്നും മതാത്മകതയിൽപ്പെടുന്നവയല്ല, അത് സ്പിരിച്വാലിറ്റിയല്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഒരു അറിവില്ലായ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രവർത്തന ശൈലി എന്നതിനപ്പുറത്ത് അതൊരു ആധ്യാത്മികതയുടെ ഒരു പ്രത്യേകതയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ആത്മീയതയുടെ മർമ്മപ്രധാനമായ മേഖല എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മേലുള്ള മുഴുവൻ അധികാരവും ഞാൻ എൻ്റെ യേശുവിനെ ഏൽപ്പിക്കുക. എൻ്റെ മേലുള്ള മുഴുവൻ അധികാരവും ഞാൻ യേശുവിനെ ഏൽപ്പിക്കുക. ഇതുവഴി നമ്മുടെ ജീവിതം ഇതാ വലിയ ഒരു സുരക്ഷിതത്തിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ മുഴുവനും യേശുവിൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്ന് നമ്മൾ വിശ്വാസത്തിന് കണ്ടുകൊണ്ട് നോക്കുക. ഞാൻ മുഴുവനും യേശുവിന് സ്വന്തമായി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും അത് യേശുവിൻ്റെ പ്രശ്നമാണ്. പുറപ്പാടിന്റെ പുസ്തകം 14:14 പറയുന്ന പോലെ ഈ യുദ്ധം ഇതാ ദൈവത്തിന്റെ യുദ്ധമാണ്, യഹോവയുടെ യുദ്ധമാണ്. ഇസ്രായേൽ ജനത നടത്തിയ യുദ്ധം മുഴുവനും വാസ്തവത്തിൽ അത് യഹോവയുടെ യുദ്ധമായിരുന്നു. ഇസ്രായേൽ ജനത്തിന് എവിടെയാണ് പട്ടാളം ഇരിക്കുന്നത്? അവരുടെ യുദ്ധം മുഴുവനും വാസ്തവത്തിൽ യഹോവയുടെ യുദ്ധമായിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. നമുക്ക് നമ്മുടെ പേരുള്ള അവകാശം യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെയോ ഈ യുദ്ധം യേശുവിന്റെ യുദ്ധമായിട്ട് മാറുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനല്ല എൻ്റെ ജീവിതത്തിലെ പ്രലോഭനങ്ങളെ നേരിടുന്നത്, ഞാനല്ല എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുന്നത്. ഇതാ എൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്നു. യേശുവാണ് അവയെ നേരിടുന്നത്. എനിക്കെന്താണ് ചെയ്യുവാനുള്ളത്? എനിക്ക് എൻ്റെ പേരുള്ള അധികാരം യേശുവിന് കൊടുക്കുക. അതാണ് എനിക്ക് ചെയ്യുവാനുള്ളത്. ദൈവത്തെ ഏൽപ്പിക്കുക, അതാണ് ചെയ്യുവാനുള്ളത്. നമ്മളൊരു കാര്യം തിരിച്ചറിയണം. എനിക്ക് എൻ്റെ പേരുള്ള അധികാരം മുഴുവനും ഞാൻ യേശുവിനെ ഏൽപ്പിക്കുന്ന ആ ഒരു ബിന്ദുവിൽ നിന്നാണ് നമ്മുടെ ആധ്യാത്മികത ആരംഭിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. നമുക്കറിയാം, പരിശുദ്ധ കന്യാമറിയം, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ, ഈ ഒരു സമർപ്പണത്തിൽ നിന്നാണ് വാസ്തവത്തിൽ അവരുടെ ആത്മീയ ജീവിതത്തിന്റെ പുറപ്പാട് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതൊരു വ്യക്തി ജീവിതത്തിന്റെയും പുറപ്പാട്, അതിൻ്റെ ആരംഭം, ഇതാ അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് നിന്റെ പേരുള്ള മുഴുവൻ അധികാരവും ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു അനുഭവമാണ്. ഈ ഒരു അനുഭവത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഞാൻ എൻ്റെ പേരുള്ള മുഴുവൻ അധികാരവും എൻ്റെ യേശുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എനിക്ക് അനുഭവപ്പെടുക? എനിക്ക് അനുഭവപ്പെടുന്നത് ശാന്തതയാണ്, എനിക്ക് അനുഭവപ്പെടുന്നത് സമാധാനമാണ്. ഈ സമാധാനത്തിലാണ് നമ്മൾ വസിക്കേണ്ടത്, ഈ ശാന്തതയിലാണ് നമ്മൾ വസിക്കേണ്ടത്. ഒരു പക്ഷേ ചില ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ചുമ്മാ സമാധാനത്തിൽ ഇരുന്നാൽ മതിയോ? നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ? വെറുതെ ശാന്തത എന്ന് പറഞ്ഞാൽ ഇരുന്നാൽ മതിയോ? നമ്മുടെ കാര്യങ്ങൾ നടക്കേണ്ടത്? ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. അവരാ ചോദിക്കാൻ കാരണമുണ്ട്. എന്നാണെന്നറിയാവോ? സമാധാനം, ശാന്തത എന്നൊക്കെ പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ടേമായിട്ട് അവർ കരുതുന്നു. എന്നാൽ സമാധാനവും ശാന്തതയും ഒരു സൈക്കോളജിക്കൽ ടേം അല്ല. പിന്നെയോ എൻ്റെ ജീവിതത്തെ മുഴുവനായി ഞാൻ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മുഴുവനും യേശുവിൻ്റെതായി തീരുകയാണ്. യേശു എൻ്റെ ജീവിതത്തിലെ ഭരണകർത്താവായി തീരുകയാണ്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കറിയാം. ഇതാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ വായിക്കുന്നുണ്ട്. നിന്റെ രാജ്യം വരണം, നിന്റെ ഭരണം വരണം, നിന്റെ രാജ്യം എന്നിൽ വരണം, നീ എൻ്റെ ഭരണകർത്താവായി വരണം, നിന്റെ തിരുമനസ്സിൽ പൂർത്തിയാകണം. ഞാൻ മുഴുവനും യേശുവിന്റെ സ്വന്തമായി തീരുക. അങ്ങനെ ഞാൻ മുഴുവനും യേശുവിന് സ്വന്തമായി തീരുമ്പോൾ ഓരോ വ്യക്തിയും അനുഭവിച്ചറിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആധ്യാത്മിക അനുഭവമാണ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സമാധാനം, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ശാന്തത. ഇതാ നമ്മുടെ ഉള്ളിൽ സമാധാനവും ശാന്തതയും ഉണ്ടായാൽ എന്ത് സംഭവിക്കും?
എന്താണ് സംഭവിക്കുന്നത് ഞാനിപ്പോൾ പറയാനായിട്ട് പോകുകയാണ്. നീ എവിടെയാണ് നിന്റെ ഉള്ളിൽ സമാധാനവും ഈ ശാന്തതയും വിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ, യേശുവിന്റെ ഭരണകർത്താവായി തീർന്ന് ഈ സമാധാനത്തിലും ശാന്തതയിലേക്ക് നീ വന്നു കഴിഞ്ഞാൽ, ഭൂമിയുടെ അതിർത്തി തൊട്ട് നീ നിൽക്കുന്ന സ്ഥലം വരെയുള്ള എല്ലാ ബ്ലെസ്സിങ്ങും നിന്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇതാണ് സമാധാനത്തിലും ശാന്തിയിലും വസിക്കുന്ന വ്യക്തി ജീവിതത്തിന് കരഗതമായി തീരുന്ന കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ആത്മീയ മതാത്മകതയുടെ ചുറ്റുവട്ടത്തിനകത്ത് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് വിശുദ്ധനായി തീരുക എന്നത്. അപ്പൊ ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും വിശുദ്ധരാകണം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളുടെ മനസ്സ് പറയും നടക്കാത്ത കാര്യമാണിത്. പ്രൈസ് ദി ലോർഡ്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇതാ അടുത്ത കാലത്തെന്നും ഇതാ എത്തിച്ചേരാൻ പറ്റാത്ത ഏതോ വിദൂരതയിൽ നിൽക്കുന്ന ഒരവസ്ഥാവിശേഷമായിട്ടാണ് നമ്മൾ കാണുക. എനിക്ക് അപ്രാപ്യമായ ഒരു മേഖലയായിട്ടായിരിക്കും നമ്മളെപ്പോഴും അതിനെ കണ്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, അതല്ല നമ്മുടെ ജീവിതത്തിന്റെ പരമോന്നതമായ ലക്ഷ്യം. നമ്മൾ മനസ്സിലാക്കുക, എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യത്തില് ഇതാ ദൈവാത്മാവിനാൽ നിറഞ്ഞ പൗലോസ് എഴുതി വെച്ചിരിക്കുകയാണ്, സമാധാനം പ്രാപിച്ച് വിശുദ്ധി പ്രാപിക്കുക. അപ്പൊ നമ്മൾ ഒരു സ്റ്റേജ് മനസ്സിലാക്കണം. സമാധാനം പ്രാപിച്ച് വിശുദ്ധി പ്രാപിക്കുക. നിന്റെ ജീവിതത്തെ സമാധാനത്തിൽ സൂക്ഷിക്കുക, നിന്റെ ജീവിതത്തെ ശാന്തതയിൽ സൂക്ഷിക്കുക. നിനക്ക് നിന്നോടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണ്? നിന്റെ മനസ്സിനെ സമാധാനത്തിൽ സൂക്ഷിക്കുക. അത് നിനക്ക് നിന്നോടുള്ള ഉത്തരവാദിത്വമാണ്. വേറെ ആർക്കും അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ല. അത് നിനക്ക് നിന്നോടുള്ള ഉത്തരവാദിത്വമാണിത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ ഈ ലോകത്തിലുള്ള എല്ലാവരും കൂടി ശ്രമിച്ചാലും ശാന്തമാകുകയില്ല. അത് എനിക്ക് എന്നോടുള്ള ഉത്തരവാദിത്വമാണ്. എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ ഉള്ളിൽ സമാധാനം കടന്നു വരികയില്ല. എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ ഉള്ളിൽ അസ്വസ്ഥതയും കടന്നു വരികയില്ല. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തനിക്ക് തന്നോട് തന്നെയുള്ള ഉത്തരവാദിത്വം എന്താണ് എന്ന് ചോദിച്ചാൽ നിന്റെ മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശാന്തമാക്കുന്ന പ്രക്രിയയോ ഇതാ നിന്നെ തന്നെ നീ പൂർണ്ണമായി യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവം, നീ മുഴുവനും അവൻ്റേതാണ്, പരിപൂർണമായി അവൻ്റേതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളത് മനസ്സിലാക്കണം. യഥാർത്ഥമായ ഒരു ആത്മീയതയെ, യഥാർത്ഥമായ ഒരു നമ്മുടെ ആത്മീയ അനുഭവത്തെ നാം സൂക്ഷ്മമായി നോക്കുകയാണ്, നമുക്ക് കാണാൻ സാധിക്കും. ദൈവം തന്നിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ നമ്മുടെ കൈകളിലൂടെ വീണ്ടും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നന്ദിയായിട്ട് അർപ്പിക്കുന്ന ഒരു ഒരു ആത്മീയ ജീവിതം, ഒരു പ്രാർത്ഥനാ ജീവിതം, ഇതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവം എന്തെല്ലാം നമുക്ക് നൽകിയിട്ടുണ്ടോ അതെല്ലാം നിന്റെ കൈകളിലൂടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വരിക. പ്രാർത്ഥനയുടെ പരമോന്നതമായ ലക്ഷ്യവും അത് തന്നെയാണ്. ഇതുവഴി നിനക്കൊരു സുരക്ഷിതത്വം കിട്ടും. നീ പൊസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലല്ല നിനക്ക് സുരക്ഷിതത്വം ലഭിക്കുക. പിന്നെയോ നിന്റെ കൈകളിലൂടെ അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് വഴിയാണ് നിനക്ക് സുരക്ഷിതത്വം കിട്ടുന്നത്. നിന്റെ ജീവിതത്തെ തന്നെ നീ ബോധപൂർവമായി ഒരു തീരുമാനമെടുത്ത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഇതിനാണ് കൃതജ്ഞതയുടെ ബലി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് സ്തുതിയുടെ ബലി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ആരാധന എന്ന് പറയുന്നത്. ഇതാ നിന്റെ ജീവിതത്തിൽ ദൈവം എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അത് മുഴുവനും ദൈവത്തിന്റെ കയ്യിലേക്ക് വയ്ക്കുക. വേറെ വാക്കിൽ പറഞ്ഞാൽ പൗരോഹിത്യപരമായി ചെയ്യുക, ബലിയായി കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തെ മുഴുവനായി അത് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അങ്ങനെ ഏൽപ്പിക്കുന്നത് വഴി മനുഷ്യ ജീവിതത്തിന് കരഗതമായി തീരുന്ന വലിയൊരു അനുഗ്രഹത്തിന്റെ അവസ്ഥാവിശേഷമാണ് സമാധാനവും ശാന്തിയും. നീ എന്തുമാത്രം കർത്താവിന്റെ കരങ്ങളിലേക്ക് മുഴുവനായി ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്.
മറിയത്തിന് അനുഭവപ്പെട്ട ഈ ഒരു അനുഭവം, ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എലിലാകട്ടെ എന്ന് മറിയം ഉച്ചരിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലുണ്ടായ സമാധാനം, അവളുടെ തലയ്ക്ക് എത്ര ആലോചിച്ചു കഴിഞ്ഞാലും ഉത്തരം കിട്ടാത്ത ഈ കാര്യം ഈ സമർപ്പണത്തിലൂടെ ഇതാ അവൾ സ്വന്തമാക്കുകയാണ്. മനസ്സ് ശാന്തമായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ ആധ്യാത്മികത മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ ശാന്തമാക്കുന്നതിലാണ് അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നതിലാണ് അടങ്ങിയിരിക്കുന്നത്. എന്തിനാണ് മനുഷ്യൻ അധ്വാനിക്കുന്നത്? ഇതാ ഭാവിയുടെ സുരക്ഷിതത്തിന് വേണ്ടി. നമ്മൾ എന്തെല്ലാം പൊസസ് ചെയ്ത് കഴിഞ്ഞാലും ആരുടെയെങ്കിലും ഭാവി സുരക്ഷിതമായി എന്ന് പറയാൻ കഴിയുമോ? ഏതെങ്കിലും വ്യക്തിക്ക് ഇത് അവകാശപ്പെടാൻ കഴിയുമോ? നമ്മൾ എന്തെല്ലാം നമ്മൾ പൊസസ് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ ജീവിതം വാസ്തവത്തിൽ സുരക്ഷിതമായി തീരുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാ 12 നമ്മൾ വായിക്കുന്നുണ്ട്, ധനാഢ്യനായ വിഡ്ഢിയെ കുറിച്ച് ദൈവം ചോദിക്കുകയാണ്, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ പിൻവലിച്ചു കഴിഞ്ഞാൽ ഇവയെല്ലാം ആരുടേതായിരിക്കും? ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സുരക്ഷിതം ഉണ്ടാക്കുന്നില്ല. എന്നാൽ നമുക്ക് ദാനങ്ങൾ വേണം. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മെ മുഴുവനായി ദൈവത്തെ ഏൽപ്പിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് ചെയ്യുവാനുള്ളത്. ഇത് ചെയ്യുന്നത് വഴി, നമ്മളെ മുഴുവനായി തമ്പുരാന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് വഴി, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വലിയ സമാധാനം, വലിയൊരു ശാന്തി, പ്രിയപ്പെട്ടവരെ, ഇത് അനുഭവിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, എബ്രായ ലേഖനം 12:14 പറയുകയാണ്, സമാധാനം പ്രാപിച്ച് വിശുദ്ധി പ്രാപിക്കുക. സമാധാനം പ്രാപിച്ച് വിശുദ്ധി പ്രാപിക്കുക. സമാധാനം, അതിന് നീ ദൈവത്തോട് സഹകരിച്ചേ പറ്റുകയുള്ളൂ. നിന്റെ സമ്മതം കൂടാതെ നിന്റെ ഉള്ളിൽ സമാധാനം ഒരിക്കലും ഉണ്ടാകാൻ പറ്റുകയില്ല. നിന്റെ മേലുള്ള മുഴുവൻ അധികാരവും യേശുവിനെ ഏൽപ്പിക്കുന്ന അനുഭവമാണ് ഈ സമാധാനവും ശാന്തിയും നമുക്ക് നൽകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിന്റെ മേലുള്ള മുഴുവൻ അധികാരവും യേശുവിനെ ഏൽപ്പിക്കുമ്പോൾ നോക്കൂ, ഏത് പ്രോബ്ലത്തിനാണ് നിന്നെ പീഡിപ്പിക്കാൻ കഴിയുക? ഏത് പ്രോബ്ലത്തിനാണ് നിന്നെ പരാജയപ്പെടുത്താൻ കഴിയുക? ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളുടെ മേലും നമ്മുടെ വിജയം വരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കരങ്ങളെ മുകളിലേക്ക് ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങേ എന്നെ രക്ഷകനായി നാഥനായി ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ മേലുള്ള മുഴുവൻ അധികാരവും ഞാൻ അങ്ങേക്ക് തുറന്നു തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ശരീരത്തിന് മേല്, എൻ്റെ മനസ്സിൻ്റെ മേല്, എൻ്റെ സമ്പത്തിൻ്റെ പേര്, എൻ്റെ ബന്ധങ്ങളുടെ പേര്, മുഴുവൻ അധികാരവും യേശുവേ ഞാൻ അങ്ങേയ്ക്കായി നൽകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങേക്ക് എൻ്റെ മേലുള്ള അധികാരത്താല് എല്ലാ തിന്മയുടെ ശക്തികളും നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. എല്ലാ അസ്വസ്ഥതകളും നീങ്ങിപ്പോകട്ടെ. എൻ്റെ ഉള്ളം ദൈവത്തിൽ ആനന്ദിക്കട്ടെ. ദൈവിക സന്തോഷം കൊണ്ട് എൻ്റെ ഉള്ളം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന, ഒരിക്കലും വിട്ടുപിരിയാത്ത ഈശോയുടെ ഈ സാന്നിധ്യം അത് നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശോയിൽ ആനന്ദിക്കുവാനും ഈശോയിൽ സന്തോഷിക്കുവാനും നമുക്ക് തയ്യാറാകാം.